അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, SIC മക്ക സെൻട്രൽ കമ്മിറ്റിയുടെ മീഡിയ വിങ് സംഘടിപ്പിച്ച പ്രസ് മീറ്റിലാണ് മക്കയിലെ സമസ്തയുടെ നേതാക്കന്മാരുൾപ്പെടെയുള്ള സമിതി സംഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിങ്ങനെ പ്രസ് മീറ്റ് കൂടാനുള്ള കാരണം, നമ്മുടെ ഇടയിൽ നിന്ന് നമ്മോട് കൂടെ ജീവിച്ചുകൊണ്ടിരിക്കെ അകാലത്തിൽ വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട മർഹൂം സയ്യിദ് മാനുത്തങ്ങൾ, സയ്യിദുൽ വിഖായ എന്ന അപരനാമത്തിൽ വിളിക്കുന്ന മാനുത്തങ്ങളുടെ പേരിൽ മക്ക SIC സമസ്ത ഇസ്ലാമിക് സെന്റർ സെൻട്രൽ കമ്മിറ്റി നൽകുന്ന ഓരോ വർഷവും ഇവിടുന്ന് അങ്ങോട്ട് തുടർന്ന് നൽകാൻ ഉദ്ദേശിക്കുന്ന സയ്യിദുൽ വിഖായ പ്രഥമ വിഖായ പുരസ്കാരത്തിൻ്റെ ജേതാവിനെ പ്രഖ്യാപിക്കാനാണ്. ആദരണീയരായ SIC ഹറം ഏരിയ സോണൽ പ്രസിഡന്റ് സയ്യിദ് സിദ്ദീഖ് തങ്ങൾ പാണക്കാട് അവർകൾ ബഹുമാനപ്പെട്ട ആ ജേതാവിനെ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഖ്യാപനത്തിൽ സംഗമിച്ചു കൊണ്ടിരിക്കുന്നത് SICയുടെ മക്ക സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി പ്രിയപ്പെട്ട സിറാജ് പേരാമ്പ്ര, അസിസ്റ്റന്റ് സെക്രട്ടറിയായ പ്രിയപ്പെട്ട ഫിറോസ് ഖാൻ ആലത്തൂർ, മക്ക SIC വിഖായ കൺവീനർ ബഹുമാനപ്പെട്ട നിസാദ് ചുള്ളിയോട്, മക്ക SICയുടെ മെഡിക്കൽ വിങ് കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ട സാദിഖ് ഷിഫ ബറക്ക, ഈ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിലാണ് ഈ പ്രഖ്യാപനം നടക്കുന്നത്. പ്രിയപ്പെട്ട തങ്ങൾ അവറുകളെ ജൂറിയുടെ തീരുമാനപ്രകാരം ജൂറി കണ്ടെത്തിയ ആ ജേതാവിനെ, ആ പുരസ്കാര വിജയിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മർഹൂം സയ്യിദ് മാനുത്തങ്ങളുടെ പേരിൽ SIC മക്ക സെൻട്രൽ കമ്മിറ്റി നൽകുന്ന സയ്യിദുൽ വിഖായ പ്രഥമ വിഖായ പുരസ്കാരത്തിന് ഫരീദ് ഐക്രപടിയെ തിരഞ്ഞെടുത്തായി പ്രഖ്യാപിക്കുന്നു. ആദരണീയരായ സയ്യിദ് സിദ്ദീഖ് തങ്ങൾ പാണക്കാട് അവർ ഇവിടെ പ്രഖ്യാപിച്ച സയ്യിദുൽ വിഖായ പ്രഥമ വിഖായ പുരസ്കാര ജേതാവ് ഫരീദ് ഐക്രപടിയെ തെരഞ്ഞെടുത്തത് മക്ക സെൻട്രൽ കമ്മിറ്റി അങ്ങനെ അവാർഡ് കൊടുക്കാൻ തീരുമാനിക്കുകയും ആ അവാർഡ് കൊടുക്കാൻ വിഖായ സമിതി ഒരു ജൂറിയെ നിശ്ചയിക്കുകയും ചെയ്തു. ആ ജൂറിയിൽപ്പെട്ട അംഗങ്ങളാണ് പ്രിയപ്പെട്ട ഹറമൈൻ സോണൽ പ്രസിഡന്റ് കൂടിയായ തങ്ങളാണ് അതിൻ്റെ ചെയർമാൻ. സമിതി അംഗങ്ങളായിട്ട് വിനീതൻ മുനീർ ഫൈസി മാമ്പുഴ, ഫിറോസ് ഖാൻ ആലത്തൂർ, നിസാർ ചുള്ളിയോട്, മുഹമ്മദ് അലി യമാനി തുടങ്ങിയ 4 അംഗ അംഗങ്ങളും കൂടിയുള്ള 5 അംഗ സമിതിയാണ് തിരഞ്ഞെടുത്തത്. ഈ സമിതി മക്കയിലെ സമസ്തയുടെ പ്രവർത്തകരെ, പ്രധാനപ്പെട്ട കുറച്ച് ആളുകളെ കണ്ടെത്തുകയും അതിൽ നിന്ന് സമിതി ചേർന്ന് കൂടി ആലോചിച്ചെടുത്ത അവസാന തീരുമാനമായിരുന്നു ഫരീദ് ഐക്രപടി എന്ന പേര്. അത് സെൻട്രൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും ഒക്കെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാന ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തിയത്. ബഹുമാനപ്പെട്ട ഫരീദ് ഐക്രപടിയെ തീരുമാനിക്കാനുണ്ടായ മാനദണ്ഡം 2002 സൗദി അറേബ്യയിലേക്ക് അദ്ദേഹം വരികയും കുറഞ്ഞ കാലങ്ങളിൽ ഒരു ജോലി സ്ഥിരമായി നിൽക്കുന്ന ഒരു കാലയളവിൽ സംഘടനാ രംഗത്ത് ഇല്ല എന്ന് പറയാം. പക്ഷേ 2008 മുതൽ സജീവമായി സംഘടനാ രംഗങ്ങൾ ഇടപെടുകയും സമസ്തക്ക് കീഴിൽ ഹജ്ജ് സേവനത്തിന് ഒരു വിങ് തയ്യാറായ അന്ന് മുതൽ സജീവ സാന്നിധ്യം അറിയിക്കുകയും SKIC എന്ന SICക്ക് മുമ്പുള്ള സമസ്ത ഇസ്ലാമിക് സെന്റർ എന്ന സംഘടനയിൽ സെക്രട്ടറി സ്ഥാനവും മറ്റു കീ പോസ്റ്റുകളുമൊക്കെ കൈകാര്യം ചെയ്യുകയും തുടർന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ 13ാമത്തെ പോഷക ഘടകമായി സൗദി അറേബ്യയിൽ സമസ്ത ഇസ്ലാമിക് സെന്റർ SIC രൂപപ്പെട്ടപ്പോൾ അതിൻ്റെ പ്രഥമ മക്ക സെൻട്രൽ കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറിയായി
നേരിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാർ പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു നേതാവാണ് പ്രിയപ്പെട്ട ഫരീദ് ഐക്കരപ്പള്ളി. തന്നെയുമല്ല, നമ്മൾ ഈ പ്രഖ്യാപിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മോടുകൂടെ സമസ്തയുടെ മക്കയുടെ ഓരോ ചലനങ്ങളെയും തൻ്റെ പുഞ്ചിരി കൊണ്ട് നിയന്ത്രിച്ച സയ്യിദ് മാനി തങ്ങളുടെ പേരിലാണ് ഈ പുരസ്കാരം സമ്മാനിക്കുന്നത്. തങ്ങൾ വിട പറഞ്ഞിട്ട് ഏതാനും കുറച്ച് നാളുകളായി. ഈ സമയങ്ങളിലൊക്കെ തങ്ങളുടെ കുറവ് നികത്തി, തങ്ങളുടെ കുറവ് മറ്റുള്ള പ്രവർത്തകരെ അറിയിക്കാതെ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് മുന്നിൽ നിന്ന് ചെയ്തത് പ്രിയപ്പെട്ട ഫരീദ് സാഹിബാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സമസ്തയുമായി ബന്ധപ്പെട്ടുള്ള മക്കയിലെ പ്രവർത്തനങ്ങളിൽ ഒരു ലീഡർഷിപ്പ് എപ്പോഴും ഫരീദ് സാഹിബ് കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയ മറ്റുള്ള പേരുകളിലൊക്കെ വ്യത്യസ്തമായി ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിരന്തരമായി ക്യാപ്പുകളില്ലാതെ ഇന്നും ലൈവായി തുറന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫരീദ് ഐക്കരപ്പള്ളി സാഹിബ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ ജൂറി തെരഞ്ഞെടുത്തത്. ഇൻഷാ അല്ലാഹ് ഇനി വരും കാലങ്ങളിലും സെൻട്രൽ കമ്മിറ്റി അറിയിച്ചത് പ്രകാരം വരും കാലങ്ങളിലൊക്കെ ഓരോ വർഷവും മാനത്തങ്ങളുടെ പേരിൽ സയ്യിദുൽ വിഖായ എന്ന വിഖായ പുരസ്കാരം നൽകുന്നുണ്ട്. അപ്പോൾ ഓരോ ഓർഡർ അനുസരിച്ചുകൊണ്ട് അടുത്ത കാലങ്ങളിലൊക്കെ മറ്റുള്ള ആളുകളൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് അതിന് പുരസ്കാരം കൊടുക്കും. ഒരു പ്രശസ്തി പത്രവും ഒരു ക്യാഷ് അവാർഡും അദ്ദേഹത്തിന് നാളെ മക്കയിൽ ഏഷ്യൻ പോളിക്ലിനിക് ഓഡിറ്റോറിയത്തിൽ മർഹൂം സയ്യിദുൽ വിഖായ മാനത്തങ്ങൾ നഗറിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഹജ്ജ് വേളയിൽ തൻ്റെ ശരീരത്തെ പോലും മറന്നുകൊണ്ട് ഹജ്ജാജിമാർക്ക് സേവനം ചെയ്ത വിഖായ പ്രവർത്തകർക്ക് SIC സെൻട്രൽ കമ്മിറ്റി നൽകുന്ന സ്നേഹാദരവിൻ്റെ ആ വേദിയിൽ മഹാന്മാരായ ഉസ്താദുമാർ, അതുപോലെ സെൻട്രൽ കമ്മിറ്റി നേതാക്കൾ, വിഖായ സമിതി നേതാക്കൾ, നിഷ്കളങ്കരായ നീലക്കോട്ടണിഞ്ഞ വിഖായ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട ഫരീദ് ഐക്കരപ്പള്ളി സാഹിബിന് സയ്യിദുൽ വിഖായ പ്രഥമ വിഖായ പുരസ്കാരം കൈമാറുകയാണ്. ഈ വിവരം നിങ്ങളെല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ട മാനുത്തങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട ഞങ്ങളുടെ കരളിൻ്റെ കഷ്ണമായ മർഹൂം സയ്യിദുൽ വിഖായ സയ്യിദ് മാനുത്തങ്ങൾ അവർകൾ ജീവിതത്തിൽ ചെയ്ത സകല പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. വല്ല അപാകതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ മഹലായ ഫദ്ൽ കൊണ്ട് അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി കൊടുക്കട്ടെ. ഈ സംഘശക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സകല നന്മയുടെയും നിശ്ചിത സവാബിനെ പ്രിയപ്പെട്ട തങ്ങളുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും ഈ പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകർക്ക് ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.